മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിയെ ഇവൻ എന്ന് സംബോധന ചെയ്താണ് പ്രതിപക്ഷ നേതാവ് ആക്ഷേപ ഭാഷയിൽ സംസാരിച്ചത്. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്നും നിയമസഭയിൽ അണ്ടർവെയർ പുറത്തു കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി അസംബന്ധം പറഞ്ഞ ഒരുത്തനാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇവരെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്, എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തരാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിന്, എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ. എന്തിന് നിയമസഭയിൽ പ്രവർത്തിക്കണം? അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേക്ക് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല, ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളെ കൊണ്ടോ വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുന്നു. എന്റെ പിള്ളേരെ ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാ. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ഇതിപ്പോൾ എവിടെ വെച്ചായിരുന്നു പരിപാടി? ഇപ്പം അദ്ദേഹം കുട്ടികളെക്കുറിച്ചൊക്കെ ഓർത്ത് ആവലാതിപ്പെടുകയാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് ഈ കുട്ടികൾ കാണുകയാണല്ലോ ഇമാതിരി വർത്തമാനം പറയുന്നത് എന്നൊരു തോന്നൽ ചേർക്കെങ്കിലും ഉണ്ടാകുന്ന വിധത്തിൽ പിടിവിട്ടാണല്ലോ സതീശൻ കാര്യങ്ങൾ പറയുന്നത്. എന്താണ്, എവിടെയായിരുന്നു പരിപാടി? സനീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി ഇന്ന് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണ സംഘടിപ്പിച്ചിരുന്നു. ഈ ധർണയിൽ പ്രസംഗിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശമുണ്ടായത്. സാധാരണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അദ്ദേഹം വളരെ പ്രകോപിതനായി മന്ത്രിയെ പരിഹസിക്കുന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു കാട്ടുന്നത് ഇന്ന് നിയമസഭയിൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയം ഉയർന്നു വരുന്ന സമയത്ത് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്രയും വിവരദോഷികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ അസംബന്ധം പറയുന്നവർ മന്ത്രിമാരായിരിക്കുന്നു. നിയമസഭയിൽ അണ്ടർവെയർ പുറത്തു കാണിച്ച് ഡെസ്കിന് മുകളിൽ കയറി നിന്ന് അസംബന്ധം മുഴുവൻ പറഞ്ഞ ഒരുത്തനാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുന്നത്. അതായത് ഒരുത്തൻ എന്ന ഒരു അഭിസംബോധന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വന്നിരിക്കുന്നു. എന്തായാലും നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇത് നേരത്തെ കെ എം മാണി ബഡ്ജറ്റ് പ്രസംഗം അവതരിപ്പിക്കുന്ന സമയത്ത് നടന്ന നിയമസഭയിലെ സംഘർഷത്തെ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു പരിഹാസം അദ്ദേഹം ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി, അതായത് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് കുട്ടികളെ ഓർത്ത് വിലപിക്കുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസ സ്വരം ഉയർന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഉള്ള ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതും സമൂഹം കാണുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും വലിയ തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നത് തന്നെയായിരുന്നു വി ഡി സതീശൻ്റെ ഈ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയും നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ചിത്രങ്ങൾ ആദ്യം എടുത്തു കാട്ടി വാർത്താസമ്മേളനത്തിലൊക്കെ എടുത്തു കാട്ടി പറഞ്ഞിരുന്നത് വി ശിവൻകുട്ടിയാണ്. ഇത്തരത്തിൽ ഇവരെയും അറസ്റ്റ് ചെയ്യണം, അടൂർ പ്രകാശ്, സോണിയാഗാന്ധി ഇവർക്കെതിരെയും നടപടി ഉണ്ടാകണം, അതിലും അന്വേഷണം വേണമെന്ന് ശിവൻകുട്ടി ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് നിയമസഭയിൽ കൂടി ഉയർത്തിയതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. അതിനുശേഷം സംസാരിച്ച കെ മുരളീധരനും അത്തരത്തിൽ ഉള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് മന്ത്രി വി ശിവൻകുട്ടി സംഘിക്കുട്ടിയാണ്, രാജീവ് ചന്ദ്രശേഖർ പോലും ആവശ്യപ്പെടുന്നില്ല സോണിയാഗാന്ധിക്കെതിരെ നടപടി ഉണ്ടാക്കണം, അറസ്റ്റ് വേണമെന്നും. അത് ആദ്യഘട്ടം മുതൽ ഇത്തരത്തിൽ വി ശിവൻകുട്ടിയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് കെ മുരളീധരനും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി തന്നെ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, നന്ദി ചന്തു. വിവരങ്ങൾക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കും തോറും രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം കൂടുതൽ കടുത്തു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വി ശിവൻകുട്ടി നല്ല നിലക്ക് കോൺഗ്രസ്സുകാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം സോണിയാഗാന്ധിയെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് നിയമസഭയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ശബ്ദം കടുപ്പിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. വി ശിവൻകുട്ടിയെ കെ മുരളീധരൻ സംഘിക്കുട്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ സംഭവിക്കുന്നതാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ. പക്ഷേ ഇവൻ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് മറ്റൊരു മുതിർന്ന നേതാവിനെതിരെ എങ്ങനെ
പറയുന്നത്. അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെയുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ കേൾക്കുമ്പോൾ ഒരു വല്ലായിക തോന്നും എന്ന കാര്യത്തിൽ ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളും ശരിയാണ്. അതായത് നിയമസഭയിൽ ഇത്രയും വലിയ സമരം നടത്തിയ ആളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെ പറയുന്നതിൽ രാഷ്ട്രീയമായിട്ട് ശരിയുള്ളതാണ്. പക്ഷേ ഇവൻ എന്നൊക്കെ വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു മുതിർന്ന നേതാവ് മറ്റൊരു നേതാവിനെതിരെ സംസാരിക്കുമ്പോൾ അത് കുട്ടികൾ കേൾക്കില്ലേ? അതൊരു പൊതുമണ്ഡലത്തിൽ അങ്ങനെയൊക്കെ പരസ്പരം വഴക്കിടാമോ? ഒരു സാമാന്യ മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ എന്ന് ചിന്തിക്കും ചില ആളുകളെങ്കിലും. നമുക്ക്